നമസ്കാരം. നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. നാളെ ശനി ജയന്തിയാകുന്നു, അമാവാസി കൂടി വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ നാളത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഇരട്ടിക്കുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ നാളെ ശനിയുമായി ബന്ധപ്പെട്ട് അഥവാ ശനി ജയന്തിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കർമ്മഫലം അനുസരിച്ച് ശുഭകരവും അശുഭകരവുമായ ഫലങ്ങൾ നൽകുന്ന ദേവനാണ് ശനിദേവൻ. എന്നാൽ ശനിദേവന്റെ അനുഗ്രഹം ചില നക്ഷത്രക്കാരിൽ വന്ന് ഭവിക്കുകയും അവർക്ക് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഫലം. ജ്യോതിഷപ്രകാരം ജ്യോതിഷ പണ്ഡിതന്മാരുടെ പ്രവചനം ഇപ്രകാരമാകുന്നു: ശനിദേവന്റെ അനുഗ്രഹത്താൽ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെയാണ് പ്രവചനം. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ പണ്ഡിതന്മാരുടെ അഭിപ്രായ പ്രകാരം സൗഭാഗ്യങ്ങൾ തേടിയെത്തുന്നത് എന്നുകൂടി മനസ്സിലാക്കാം. നാളെ നടത്തുന്ന വിശേഷാൽ അമാവാസ്യ പൂജകളിലും ശനി പൂജയിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവെ ശനി ജയന്തിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക എന്ന് തന്നെ പറയാം. ഗുണകരമായ ഫലങ്ങൾ വർദ്ധിക്കുന്നതായ സമയം. അതിനാൽ തന്നെ ഈ സമയം മംഗളകരമായ പല കാര്യങ്ങളും വീടുകളിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെയാണ് പ്രവചനം. കൂടാതെ മാറ്റങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ഈ സമയം നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. യാത്രകൾ നടത്തുവാൻ ആഗ്രഹിക്കുന്ന യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. യാത്രകൾ എല്ലാം തന്നെ ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഏത് പരീക്ഷകളിലും മികച്ച വിജയങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകരമാണ് ഈ സമയം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം വളരെയധികം നേട്ടങ്ങൾ ധനപരമായും അല്ലാതെയും വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് പ്രവചനം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാകുന്നു. പൂയം നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെ പറയാം. ശുഭകരമായ ധാരാളം ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം എന്ന പ്രത്യേകതയുണ്ട്. കാരണം ഈ സമയം കുട്ടികളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, വാർത്തകൾ കേൾക്കുവാൻ സാധിക്കും എന്നും പ്രവചനമുണ്ട്. കൂടാതെ കാലാകാലമായി തന്നെ പ്രതീക്ഷിക്കുന്നതായ ധനപരമായ ചില നേട്ടങ്ങൾ, സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഈ സമയം തേടി എത്താവുന്നതാകുന്നു. പല കാര്യങ്ങളും ശരിയായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായും അതിൽ മാറ്റങ്ങൾ വന്നു ചേരും എന്ന് തന്നെയാണ് ഫലം. കാരണം വളരെ കാലമായി മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കും. പ്രണയികൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും എന്നും പരാമർശമുണ്ട്. കൂടാതെ ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച, പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ തേടിയെത്താം. സഹായം നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങളും പ്രതീക്ഷിക്കാം. ഈ സമയം പ്രധാനമായും ധനപരമായ ചില നേട്ടങ്ങൾ, മാനസികപരമായ സന്തോഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പല ദുഃഖങ്ങളെയും ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമാണ് എന്ന് നിസ്സംശയം പറയാം. തൃക്കേട്ട നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെയാണ് പ്രവചനം. ശരിയായ രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു ചേരുന്നു. ജീവിതത്തിൽ അത് പ്രകടമായി തുടങ്ങും എന്നതാണ് വാസ്തവം. ഇവരുടെ ജീവിതത്തിൽ വരുമാനം വളരെയധികം വർദ്ധിക്കുന്നതാകുന്നു. കടബാധ്യതകൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പുതിയ ബിസിനസ് ആരംഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം വരുമാനത്തിൽ പല രീതിയിലുള്ള വർധനവ് നിങ്ങളെ തേടിയെത്താം. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ കടന്നു വരാം. ജോലിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായിരുന്നതായ പല കാര്യങ്ങളും, പല മാറ്റങ്ങളും നിങ്ങൾക്ക്
അനുകൂലമായി തീരും. അത്തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് പല കാര്യങ്ങളെയും പ്രതിരോധിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ് പ്രവചനമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്. പുതിയ ജോലി ലഭിക്കുവാനും അനുകൂലമായ സമയമാണ്. ആഗ്രഹിക്കുന്ന ജോലികൾ തന്നെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയാം. ഈ സമയം പ്രത്യേകിച്ചും ഭാഗ്യക്കുറി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കുട്ടികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ മാറ്റങ്ങൾ സംഭവിക്കാവുന്നതാണ്. ശുഭകരമായ വാർത്തകൾ തേടിയെത്താവുന്നതാകുന്നു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും വിവാഹവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ കാര്യങ്ങൾ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. ഈ സമയം അഭിനന്ദനങ്ങൾ അല്ലെങ്കിൽ പ്രശംസ നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. നിങ്ങൾക്ക് സ്വാധീനം സ്വീകാര്യത വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിലൂടെ ഇരട്ടി നേട്ടങ്ങൾ സ്വന്തമാക്കുകയും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായ സമയമാണ് എന്ന് നിസ്സംശയം പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാകുന്നു. മകം നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. പ്രധാനമായും മംഗളകരമായ കാര്യങ്ങൾ, മംഗളകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല കാര്യങ്ങളും നിങ്ങൾക്ക് ആഗ്രഹം പോലെ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പല രീതിയിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ആ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. ജോലിയിൽ ഉണ്ടായിരുന്ന പല രീതിയിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് നാട്ടിലും വിദേശത്തും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും ഫലമായി പരാമർശിക്കുന്നുണ്ട്. രാജ്യത്തിനകത്തും പുറത്തും യാത്രകൾക്ക് അനുകൂലമായ സമയമാകുന്നു. അത്തരം യാത്രകൾ ചെയ്യുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ശുഭകരമായ പല ഫലങ്ങളും നൽകുന്നു എന്നതാണ് വാസ്തവം. കൂടാതെ പരീക്ഷകളിൽ മികച്ച വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നു എന്നും ഫലമായി പരാമർശിക്കുന്നുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലത്തിന് തുല്യമായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നു എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ശുഭകരമാണ് നിങ്ങൾക്ക് ഈ സമയം എന്ന് തന്നെയാണ് പ്രവചനം. മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാകുന്നു. പൂരാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിലെ അന്തരീക്ഷം വളരെ അനുകൂലമായി തീരുന്നതായ സമയം വന്നു ചേരും എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം കുടുംബവുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകൾ, അത്തരം ലക്ഷണങ്ങൾ പ്രകടമായി തുടങ്ങും എന്ന കാര്യവും ഓർക്കുക. വരുമാന മാർഗം ലഭിക്കുവാനുള്ള സാധ്യതകൾ വർദ്ധിക്കും എന്ന കാര്യം ഓർക്കുക. വ്യാപാരികൾക്കും അനുകൂലമായ ഫലങ്ങൾ, തൊഴിലുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾക്കും അത്തരത്തിലുള്ള കർമ്മമേഖല അനുകൂലമാവുക തുടങ്ങിയ കാര്യങ്ങളും സംഭവിക്കാവുന്നതാണ്. ദാമ്പത്യ ജീവിതത്തിലെ തർക്കങ്ങൾ പരിഹരിക്കുവാനും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. പരസ്പര ധാരണ വളരെയധികം മികച്ചതായി തീരാം. പക്വതയോടെ പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ധനപരമായ നേട്ടങ്ങൾക്കുള്ള സാധ്യത കൂടുതലാകുന്നു. ഈ സമയം പ്രശംസ, അംഗീകാരം തേടിയെത്താം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സാമ്പത്തികപരമായ ഉയർച്ചയ്ക്കും സാധ്യത കൂടുതലാകുന്നു. ജോലി ലഭിക്കാനുള്ള സാധ്യതയും വിവാഹവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുവാനും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു. രേവതി നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമാണ് എന്ന് പറയാം. പല കാര്യങ്ങളും അല്പം ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായി വരും. എന്നിരുന്നാലും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ സമയം തീർച്ചയായും പതിവിലും മികച്ചതായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പരീക്ഷകളിൽ, മത്സര പരീക്ഷകളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. പണവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു. ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. കുടുംബജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയം കൂടിയാണ് ഇത്. ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായി വരും. എന്നിരുന്നാലും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായ സമയമാണ്. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എടുത്തുചാടി തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ പാടുള്ളതല്ല എന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക്
ഈ സമയം അനുകൂലമായ ഫലങ്ങൾ സാമ്പത്തികപരമായും അല്ലാതെയും നിങ്ങൾക്ക് വന്നു ചേരും. ശുഭകരമായ സമയമാണ്. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കണം എന്ന് തന്നെയാണ് പ്രവചനം.